ഹലോ കൂട്ടുകാരെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴായിരുന്നു ഒരു പൊതിച്ചോറ് തിന്നാനൊരു കൊതി. അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അരി അടുപ്പത്തേക്ക് ഇട്ടു. സംഭവം പൊതിച്ചോറാണെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഓമയ്ക്കായും പച്ചമുളകും ഒക്കെ എടുത്ത് ഒരു മോരുകറി വെക്കാമെന്ന് വിചാരിച്ച് അതും അടുപ്പത്തേക്കാക്കി. പിന്നെ ഇതേ പയർ മുട്ടത്തോരന് വേണ്ടിയിട്ട് പയർ അരിഞ്ഞു വെച്ചപ്പോൾ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് ഇതാണ്ട എൻ്റെ സ്പെഷ്യൽ കോവയ്ക്ക അരിഞ്ഞ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ മോരുകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോരുകറി റെഡിയാവുന്ന സമയത്ത് ഞാൻ എൻ്റെ കോവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പയർ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ സ്പെഷ്യൽ നമ്മുടെ സ്വന്തം തേങ്ങാ ചമ്മന്തി അതും അരച്ചു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയില വാട്ടലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് വാഴയില വാട്ടുകയാണ്. അപ്പോൾ ഈ വാഴയില വാട്ടുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ വാഴയിലയൊക്കെ വാട്ടിയതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. നമ്മുടെ ചോറ്, പിന്നെ പൊതിച്ചോറിൻ്റെ മെയിൻ മുട്ട, പിന്നെ കോവയ്ക്ക വറുത്തത്, തേങ്ങാ ചമ്മന്തി, മാങ്ങാച്ചാറ്, പയർ മുട്ടത്തോരൻ, ചമ്മന്തിപ്പൊടി, പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളേ സ്പെഷ്യലായിട്ട്. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പൊതിച്ചോറായതുകൊണ്ട് കൂടുതൽ എൻ്റെ കുക്കിങ്ങിലെ കഴിവ് എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വാടിയ ആ ഇലയിലേക്ക് നല്ല ചൂട് ചോറ് അങ്ങോട്ട് ഇടുകയാണേ. ചൂടോടെ തന്നെ ആ ചോറിട്ടാലേ നമുക്ക് വാഴയില തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ ചമ്മന്തി അതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കോവയ്ക്ക വറവ് അതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം മുട്ടത്തോരൻ, പയർ മുട്ടത്തോരൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വാഴയിലയൊക്കെ നിറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 പൊതിക്കകത്തായിട്ടാണ് ചോറ് പൊതിഞ്ഞു വെച്ചത്. ഒന്നിക്കായ്ക്ക് ഒന്നെനിക്കും. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പൊതിഞ്ഞു വെച്ച ചോറ് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കുന്ന അൺബോക്സിങ് വീഡിയോ ആണിത്. അപ്പോൾ വാഴയില തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ വാഴയിലയുടെ മണം തന്നെ ഒരു നൊക്ലാച്ചിയ ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ആ വാഴയിലയുടെ മണവും ചമ്മന്തിയുടെ മണവും ആ മെഴുക്കുവരട്ടിയുടെ മണവും എല്ലാം കൂടെ മിക്സായിട്ടൊരു പ്രത്യേക സ്മെല്ലായിരുന്നു ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും എന്ത് സ്വാദാണെന്നറിയാമോ ഇങ്ങനെയുള്ള പൊതിച്ചോറൊക്കെ കഴിക്കാനായിട്ട്. ബീഫും ചിക്കനും മീനും ഒക്കെ ഉള്ള ദിവസത്തെക്കാട്ടിലും നമ്മൾ കൂടുതലും ചോറ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള കറികളുള്ള ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഇങ്ങനത്തെ കറിയൊക്കെ ഉള്ളപ്പം നല്ല രീതിയിൽ തട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു. ഞാൻ നേരത്തെ എടുത്ത ആ മോരുകറിയും കൂടെ ഒഴിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്